ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. നമ്മൾ പ്രശ്നങ്ങളില്ലാത്തവരില്ല, അല്ലെങ്കിൽ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറയണില്ല. നമുക്ക് സന്തോഷം ചെറുതായിട്ടും ദുഃഖങ്ങൾ നമുക്ക് കൂടുതലായിട്ടും കാണും അല്ലേ? അപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മളെ തന്നെ സ്നേഹിക്കണം. നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നന്നായി ഡ്രസ്സ് ചെയ്തിട്ട് പോകണം. അതുപോലെ നമ്മൾ നല്ലപോലെ മേക്കപ്പൊക്കെ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. നമുക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്തവർ ആരുമില്ല. അതിന് പ്രായം ഒരു തടസ്സമല്ല അല്ലേ? പക്ഷേ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാറ്റിനും നമുക്ക് വേണ്ടത് മനസ്സമാധാനം സന്തോഷം ഉണ്ടെങ്കിൽ തന്നെയാണ് ഇതിനൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? മാത്രമല്ല, നമുക്കൊരാളില്ല അല്ലെങ്കിൽ നമുക്കൊരാശ്രയം ഇല്ല, താങ്ങില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാം നമുക്ക് ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഒന്നിനോടും നമുക്കൊരു സന്തോഷമോ സമാധാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയോ നമുക്കുണ്ടാവില്ല അല്ലേ? നമ്മുടെ മനസ്സനുസരിച്ചാണ് നമുക്ക് ഓരോന്നിനായിട്ടും പ്രവർത്തിക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ മനസ്സനുസരിച്ചാണ് നമുക്ക് എല്ലാം നമ്മൾ സന്തോഷിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ആഹ്ലാദിക്കാനാണെങ്കിലും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടണമെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ആ മനസ്സുണ്ടാവണം. ആ മനസ്സില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും സാധ്യമല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് അപ്പോൾ ഒന്നിനോടും ഒരു ഉന്മേഷം തോന്നില്ല, അല്ലെങ്കിൽ എന്ത് വേണമെന്ന് തോന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നില്ല, മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോകണം എന്ന് തോന്നില്ല, മറ്റൊരാളോട് സംസാരിക്കണം എന്ന് തോന്നില്ല. ആ അവസ്ഥ വളരെ ഭീകരമാണ് അല്ലേ? അതൊക്കെ അനുഭവിക്കുന്നവർക്കും അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. പറയുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിലാവില്ല. നമ്മൾ നമ്മുടെ വിഷമങ്ങളും അല്ലെങ്കിൽ ദുരിതങ്ങളും ഒക്കെ ഒരാളോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒന്നും ആ പറയുന്ന ആൾ ചിലപ്പോൾ അത് കേട്ടിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മുഴുവൻ അവസ്ഥകളും ചിലപ്പോൾ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ നമ്മൾ പറയുന്നത് ആ വ്യക്തി എത്രമാത്രം ഉൾക്കൊള്ളും എന്നുള്ളതും നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആ പ്രതിസന്ധികൾ തരണം ചെയ്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ചില നിമിഷങ്ങളിലൊക്കെ നമ്മളും മനുഷ്യരല്ലേ, നമുക്കും മനസ്സില്ലേ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒക്കെ മനസ്സ് പൊട്ടിപ്പോവില്ലേ? ആരോടെങ്കിലും നമുക്കതൊന്ന് പങ്കുവെക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ആ പങ്കുവെക്കുന്നൊരു വ്യക്തി നമ്മളൊരു ആശ്വാസവാക്ക് പറയുക, അല്ലെങ്കിൽ സാരമില്ലടോ ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം അല്ലേ? നമ്മൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ഒരുപാട് പേർക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ കഷ്ടപ്പാട് സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ദുരിതം അനുഭവിക്കുന്ന സമയത്തോ ഒരാളും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് 100% 150% ഉറപ്പ് തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ അവരുടേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ തിരക്കൊഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യം ചെയ്തു തരാനോ അവർക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ അവസ്ഥകളിൽ നമുക്ക് ആ വേണ്ടപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആ പ്രതിസന്ധിയിൽ നമ്മൾ തരണം ചെയ്ത് പോകാനായിട്ട് ഒരു സഹായത്തിന് അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സമയം നമുക്ക് കിട്ടിയില്ല വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യമുണ്ടോ അല്ലേ? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ അത്രയും ദുരിതപൂർണമായ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരെയും സഹായം അല്ലെങ്കിൽ ഒരു താങ്ങ് നമുക്ക് ആവശ്യമല്ലേ? നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തി നമ്മളെ താങ്ങാനും നമുക്ക് സ്വാതന്ത്ര്യമേകാനും നമ്മുടേതായ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിചാരിക്കും ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യ ഉണ്ട് എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് പരസ്പരം താങ്ങും തണലാണെങ്കിൽ മാത്രമാണ് അതുകൊണ്ടും കാര്യമുള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദുരിതം തന്നെയാണ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയും അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഒക്കെ നമ്മൾ വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ എല്ലാ ആപത്ഘട്ടങ്ങളിലും അല്ലെങ്കിൽ അവർക്ക് ഒരാൾ വേണം എന്നുള്ള സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ കാര്യങ്ങൾക്ക് ഒപ്പം എത്തിപ്പെട്ട് കഴിഞ്ഞാലും അപ്പോൾ നമ്മുടേതായ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറേയൊക്കെ നമ്മൾ ചിന്തിക്കും നമുക്ക് ജനിച്ച് പോയില്ലേ, നമ്മൾ ജീവിച്ചേ പറ്റൂ. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടത് എന്തോ അതെല്ലാം നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ട് തന്നെ പോകണം. അപ്പം നമുക്ക് അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. മറ്റൊരാളോട് പരാതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളോട് നമ്മൾ സങ്കടം പറഞ്ഞിട്ടോ കാര്യമില്ല എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠാണ്. പക്ഷേ എന്നാലും നമ്മൾ ചിലപ്പോൾ അത്രമാത്രം നമ്മുടെ മനസ്സ് പൊട്ടിപ്പോകുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ അങ്ങനെ നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കും. ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പങ്കുവയ്ക്കുന്ന പോലെ തന്നെ ഓരോരുത്തരും അവരവർക്ക് ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ട് വെച്ചിട്ട് നമ്മൾ പങ്കുവയ്ക്കും. പക്ഷേ ആ പ്രിയപ്പെട്ടവരെല്ലാം ചിലപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ് അവർ വിടും. പക്ഷെ അങ്ങനെ ചിന്തിക്കണ്ട, അത് കുഴപ്പമില്ല എന്നുള്ളത് അവർക്ക് പറയാം. പക്ഷെ അനുഭവിക്കുന്ന വ്യക്തിക്കാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ. അപ്പോൾ ആ വ്യക്തിക്ക് അത് അങ്ങനെ കുഴപ്പമില്ല വെച്ചിട്ട് വിടാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ആ അനുഭവങ്ങളിലൂടെ കടക്കുന്നവർക്ക് അറിയുള്ളൂ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാനും അങ്ങനെ പ്രവർത്തിക്കാനും പലർക്കും കഴിയും.
ആ പലർക്കും കഴിയും, അവർക്ക് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരില്ല. അവർക്ക് വരാതിരിക്കട്ടെ കേട്ടോ. വന്നവരുടെ അനുഭവങ്ങൾ എന്താണെന്നുള്ളത് വന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെ മറ്റൊരാൾക്ക് വരാതിരിക്കട്ടെ. ഞാനും അങ്ങനെ തന്നെ എപ്പോഴും ചിന്തിക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരില്ല, അവർക്ക് വരാതിരിക്കട്ടെ. മാത്രമല്ല അങ്ങനെയൊക്കെ മനസ്സിന് കടുപ്പമുള്ളവർക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല. മനസ്സ് എന്നൊരു ഇതുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ ദുരന്തങ്ങളും എപ്പോഴും വിട്ടൊഴിയാതെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ഒന്ന് അവിടുന്ന് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ എൻ്റെ ജന്മത്തിനെ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം ഒരുപാട് പേർക്ക് ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടും ഒരുപാട് പേർക്ക് ആപത്ഘട്ടങ്ങളിൽ അവർക്ക് എന്നെക്കൊണ്ടൊരു സഹായമായിട്ട് എത്തിപ്പെടാനായിട്ടും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. പക്ഷേ കാര്യങ്ങളും സഹായങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാവരും മറന്നു പോകും. ആ ഒരു കാലഘട്ടം കടന്നു കഴിഞ്ഞാൽ മറന്നു പോകും. അത് മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. നമ്മളതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഒരാളുടെ അടുത്തുനിന്ന് നമുക്ക് നമ്മൾ ചെയ്തു കൊടുത്തു എന്നതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്തുനിന്ന് നമുക്കൊരു തിരിച്ചൊരു പങ്ക് എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളിതൊന്നും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് നമുക്ക് അവരുടെ അടുത്ത് സഹായം കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിക്കാതെ നമ്മൾക്ക് അതിൽ സന്തോഷം കണ്ടെത്തി നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അത്രയേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരാൾക്ക് ചെയ്തു വെച്ചിട്ട് നമുക്ക് ആ ആളെന്നെ ചെയ്തോളണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വേറൊരാളുടെ അടുത്ത് നിന്നായിരിക്കും എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആവട്ടെ എന്ന്, ജീവിതമൊക്കെ അല്ല, അങ്ങനെയൊക്കെ പോട്ടെ. അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മറ്റൊരാൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പറ്റുന്നത് പോലെ ചെയ്തു കൊടുക്കുക. അത്രയേ ജീവിതത്തിൽ അതിലൊരു സന്തോഷം നമ്മൾ കണ്ടെത്തുക. ജനിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുവരണില്ല, മരിച്ചു പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകണില്ല. അപ്പോൾ ചിലപ്പോൾ പറയും നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും മരിച്ചു പോയ സ്ഥലത്ത് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നു. അതെങ്ങനെ നമുക്കറിയില്ലല്ലോ. ഇവിടെ ജീവിക്കുമ്പോൾ കിട്ടുന്നതല്ലേ നമ്മൾ സന്തോഷവും സമാധാനവും ദുഃഖമാണെങ്കിലും എല്ലാം അനുഭവിക്കുന്നത് നമുക്കറിയുള്ളൂ അല്ലേ. അപ്പോൾ എന്തോ ആവട്ടെ, ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരാളോട് നമ്മൾ വിഷമം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ നടന്നു പോട്ടെ അല്ലേ. ഇത്രയൊക്കെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും അനുഭവിക്കുന്ന അനുഭവങ്ങളും പാഠങ്ങളും ഇതൊക്കെ തന്നെയാണ്. ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാണ്ട്. നമ്മൾ എന്തൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.